നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ജയറാമേട്ടന്റെയും മാധുരിയുടെയും പ്രശ്നത്തില് തകർന്നു പോയതാ പണ്ട് ഈ കുടുംബം. ഇനി അതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാ ഈ ചെമ്പകമംഗലം മൊത്തം നശിക്കും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള ആ പഴയ ബന്ധത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവാൻ പാടില്ല. എടാ, ഞാനും നീയൊക്കെ ഈ വീടിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ കാരണം ഈ വീട്ടിലുള്ള ഒരാൾ പോലും വേദനിക്കാൻ പാടില്ല. ദേ നോക്ക്, നീ നിന്റെ ഈ ചേച്ചിയെ ഓർക്കണം, എന്റെ 2 കുഞ്ഞുങ്ങളെ ഓർക്കണം. നിന്റെ ഈ പ്രവൃത്തി കാരണം ചെമ്പകമംഗലത്ത് ഒരു തീപ്പൊരി പോലും വീഴാൻ പാടില്ല. എല്ലാം തകരും, കത്ത ചാമ്പലാവൂ. അതുകൊണ്ട് എന്റെ മോനെ എല്ലാം മറക്കണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല ചേച്ചി. എടാ വൈശാഖേ, ഈ രഹസ്യ കല്യാണം മണത്തറിഞ്ഞ് മൈഥിലിയുടെ അച്ഛനെങ്ങാനും വന്നാ ആകെ പ്രശ്നമാവും. വേഗം താലി കെട്ടി ഇവിടെ കൊണ്ടുപോകാൻ നോക്കടാ. അതിന് കെട്ടണമെങ്കിൽ ആ ശാന്തിക്കാരൻ തിരുമേനി താലിമാല പൂജിച്ചുകൊണ്ടൊന്നും തരണ്ടേ? ഈ തിരുമേനി ഇതെന്താ താമസിക്കുന്നത്? മുഹൂർത്തത്തിന് സമയമായി, താലികെട്ട് നടക്കട്ടെ. നീ ഞങ്ങളെ ചതിച്ചുവല്ലേ? യവനെ പുറത്തേക്ക് എടുത്തോ. അങ്ങോട്ട് വാങ്ങോട്ടെ. അവൾ അച്ഛന്റെ നെഞ്ചു തൊഴിച്ചിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടാൻ നടക്കുന്നു. കേരളീയകത്ത് വണ്ടിയുടെ
സാവിത്രി ചേച്ചി എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്, നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. ആ അത് വന്നു നിന്നപ്പോഴേ മനസ്സിലായി സൂപ്പർവൈസറേ. മേലണെങ്കിൽ ജോലി ചെയ്ടി. ആ ദേ, അവിടെയുള്ള അഴുക്കൊന്നും പോയിട്ടില്ല, വേഗം അങ്ങോട്ട് ചെയ്ടി. ദേ വിരട്ടൊക്കെ അങ്ങ് കുടുംബ വീട്ടില്. മീനാക്ഷിയോട് വേണ്ട. എന്നോട് വിരട്ട കൊണ്ട് വന്നാലേ പണി ഞാൻ പഞ്ചാമൃതത്തിൽ തരുവേ. ഒരളയമ്മ പോലും ഇളയമ്മ. എന്റെ ജഗതിയളയച്ചൻ ഇവരെ എങ്ങനെ സഹിക്കുന്നു? എന്നാടി പറഞ്ഞേ? കേട്ടില്ലേ? കാലാവസ്ഥ പ്രവചനമാണ് ഞാൻ നടത്തിയത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ കൊണ്ട് മാത്രം ഈ പണിയെടുപ്പിക്കുന്ന എന്തുകൊണ്ടാ? നിങ്ങൾ കെട്ടിലമ്മമാര് നെയ് സേവിച്ചിരിക്കാണോ? ഡീ, നീ ആദ്യം നിന്റെ നാവിന് റെസ്റ്റ് കൊടുക്ക്. അപ്പൊ തന്നെ ഈ വീടിന് സമാധാനം ഉണ്ടാവും. ദേ, അമ്മ വരുന്നുണ്ട്, ചിലപ്പോ എനിക്കും കിട്ടും പണി. ഓരോരുത്തർക്ക് പറ്റിയ പണി തന്നെ ദൈവം അവർക്ക് അറിഞ്ഞു കൊടുക്കും. എന്താ മുത്തശ്ശി, എന്നോട് നിങ്ങൾ പറഞ്ഞോ? ഞാനൊന്നും ആരോടും പറഞ്ഞില്ല. എനിക്കെന്താ വട്ടാണോ വലിഞ്ഞേറി വന്നവരോടൊക്കെ എനിക്ക് വർത്താനം പറയാൻ? മുത്തശ്ശിക്കൊരു പണി കൊടുത്താലോ? അയ്യോ എന്റെ മോളെ, മോളെ, അയ്യോ മീനാക്ഷി എണീക്ക് മോളെ. അയ്യോ മോളെ, 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 നിനക്ക് വല്ലതും പറ്റിയോ? പറ മോളെ. ഇതെന്റെ നമ്പർ അല്ലായിരുന്നോ? ഞാൻ വീണതൊന്നും അല്ല. അപ്പൊ മുത്തശ്ശിക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ? കൊള്ളി മുത്തശ്ശി. മുത്തശ്ശിക്ക് ഞാൻ ഉമ്മ കൊടുത്തേ. ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇന്ദ്രജ മേഡമാണല്ലോ, എന്താണാവോ ഈ നേരത്ത്? ഹലോ മാഡം. സർ, ഞാൻ സാറിനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചറിയാന്. എന്താണ് മാഡം? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, ചോദിക്കൂ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ മാധുരി കേസിന്റെ അന്വേഷണ ചുമതല മിസ്റ്റർ മഹാദേവനല്ലായിരുന്നു? അതെ. സത്യം പറഞ്ഞ മാധുരിയുടേത് ഒരു ആത്മഹത്യയാക്കി മാറ്റി തള്ളാവുന്ന കേസാ. പക്ഷേ ഞാനൊരു മർഡർ കേസാക്കി മാറ്റിയ എഫ്ഐആർ ഇട്ടത്. അതാണ് ജയരാമൻ ജയിലിൽ കിടക്കുന്നത്. അതില് ഈ ജയറാം മാത്രമല്ലേ പ്രതിയായിട്ടുള്ളത്? ഒറ്റ പ്രതിയേ ഉള്ളൂ, ജയരാമൻ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.